ശക്തിയുണ്ട്. അതിന്റെ പവർ അവനെ കാണിച്ചു കൊടുക്കുക. ഒരു കരണത്തടിച്ചു മറ്റേ കരണത്തിൽ അടി കൊണ്ടിട്ട് അയ്യോ പറയുന്നത് പോകാനല്ല. ഒരു കരണത്തടിച്ചവനെ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രദർശിപ്പിക്കണവനെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രദർശിപ്പിക്കണം. ആണ് പൗലോസ് പറഞ്ഞത്, ഞാൻ വാക്ചാതുര്യങ്ങൾ കൊണ്ട് വരുന്നൊരു മനുഷ്യനല്ല. മനുഷ്യന്റെ വിസ്ഡം ജ്ഞാനത്താലല്ല വരുന്നത്, പക്ഷെ ഞാൻ പരിശുദ്ധാത്മാവിനാലും അവന്റെ ശക്തിയുടെ പ്രദർശനത്താലുമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രദർശനമാണ്. ചിലർ ചിരിക്കും, കരയും, ചിലർ താഴെ വീഴും, ചിലർ വിറച്ചോണ്ടിരിക്കും, ചിലർ തുള്ളിച്ചാടും. പല പ്രദർശനങ്ങളാണ് പരിശുദ്ധാത്മാവിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സോഷ്യൽ മീഡിയയിലൊക്കെ പലതും നിങ്ങൾ എന്ത് ചെയ്താലും അത് ക്രിസ്തുവിനായിരിക്കണം. എന്ത് നിങ്ങളൊരു ഒരു അടുക്കളയിൽ ചെന്ന് നിങ്ങൾ കൂട്ടാൻ വെക്കുക, അല്ലെങ്കിൽ കറി വെക്കുക, അല്ലെങ്കിൽ ചോറ് വെക്കുകയാണെങ്കിലും ക്രിസ്തുവിലായിരിക്കണം. സംസാരിക്കുന്നതും ക്രിസ്തുവിലായിരിക്കണം. ജീവിക്കുന്നതും നടക്കുന്നതും പ്രവർത്തിക്കുന്നതും ക്രിസ്തുവിലായിരിക്കണം. അപ്പോൾ നിങ്ങളുടെ ജീവിതം മൊത്തമായി മാറി. ഹല്ലേലൂയ. ഈ ഏതെങ്കിലും രോഗമുണ്ടെങ്കിൽ ക്രിസ്തുവിനെ ഉയർപ്പിച്ചതിന്റെ ആ ശക്തി നിന്നിൽ തിളച്ചു മറയുന്നത് കൊണ്ട് ആ രോഗത്തെ ഇല്ലാതാക്കും. നിന്റെ ജീവിതത്തിൽ എപ്പോഴും നിനക്ക് ജയമുണ്ടാകും. എപ്പോഴും നിനക്ക് ജയമുണ്ടാകും. ഏത് നിമിഷവും ജയമുണ്ടാകും. എല്ലായിടത്തും ജയമാണ്. എവിടെയൊക്കെ പോയാലും നിനക്ക് ജയമാണ്. ഹല്ലേലൂയ. കാരണം നീ ക്രിസ്തുവിന്റെ മക്കളാണ്. നിങ്ങൾ ക്രിസ്തുവിന്റെ മക്കളാണ്. പ്രൈസ് ഗോഡ്. The light of the gospel of Christ. യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ വെളിച്ചത്തിന്റെ രശ്മികളാണ് നമ്മളിൽ നിന്നും പുറപ്പെടുന്നത്. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ വെളിച്ചത്തിന്റെ രശ്മികൾ നമ്മൾ സംസാരിക്കുന്നതിലൂടെ മനുഷ്യ ഹൃദയങ്ങളെ സ്പർശിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിലും തിളച്ചു പറയുന്ന ഒരു ആഗ്രഹം വരട്ടെ, എനിക്ക് പരിശുദ്ധാത്മാവിനാൽ നിറയണം. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കണം. കർത്താവിന്റെ വരവടുത്തു മക്കളെ. കർത്താവ് ഏത് നിമിഷവും വരുവാൻ സന്നദ്ധനായിരിക്കുക. ഈ ലോകത്തിന്റെ യുദ്ധങ്ങൾ കേൾക്കാം, അവിടെയും ഇവിടെയും ഭൂകമ്പങ്ങൾ കേൾക്കാം, അവിടെ ഇവിടെ ഉരുളുപൊട്ടലുകൾ കേൾക്കാം. മനുഷ്യർ മരിക്കുന്നു, വലിയ വ്യാധികൾ വരുന്നു, എല്ലാം നശിക്കുന്നു. എല്ലാ ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ മനുഷ്യന്റെ നാശ സമയത്ത് സർവശക്തനായ ദൈവം തമ്പുരാൻ വാനമേഘങ്ങളിൽ എഴുന്നള്ളി യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് ജീവൻ നൽകുന്നു. ഹല്ലേലൂയ. റോമിലേക്കുള്ള യാത്രയിൽ പൗലോസ്ലീഹ ഉണ്ടായിരുന്ന അനുഭവം റോമാക്കാർക്കുള്ള ലേഖനത്തിൽ തന്റെ ജീവിത അനുഭവം എഴുതുകയാണ്. ഉയർപ്പിന്റെ ശക്തി എന്റെ മേലുണ്ടായിരുന്നു. പാമ്പനെ കടിച്ചിട്ടും ആ പാമ്പിന്റെ വിഷം എന്നിൽ ഏൽക്കാത്തതിന് കാരണം ഉയർപ്പിന്റെ ശക്തി മർത്യ ശരീരങ്ങൾക്ക് ജീവൻ നൽകുന്നവനാണ്. ഹല്ലേലൂയ. ആ ഉറപ്പും ധൈര്യവും ദൈവമക്കളായ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു തിന്മയുടെ ശക്തിക്കും നിന്നെ കീഴടക്കാൻ പറ്റില്ല. ഒരു മന്ത്രവാദിക്കും നിന്റെ മേൽ ജയം കൊണ്ടാടാനാവില്ല. ഒരു ക്ഷുദ്രപ്രയോഗത്തിനും ഒരു കൂടോത്രത്തിനും നിന്റെ ഭവനത്തെ തൊടാൻ ഭയപ്പെടും. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ അറിയാത്തവരുണ്ട്. അറിയിക്കുകയാണ് റൂഹാ ധ്യാനത്തിന്റെ ടീമിന് നമ്മളെല്ലാവരുടെയും ദൗത്യം. പ്രൈസ് ഗോഡ്.